ജെമിൻ 2026 ഫേസ് 1 22 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്? ഇഫ് capital X is equal to XYZ is a solution of the system of equation AX is equal to B, where adjoint of A is equal to this one and B is equal to this matrix, then modulus of X plus Y plus Z is equal to. Okay, see guys, ഈ ക്വസ്റ്റ്യൻ സിമ്പിളി മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മെട്രിക്സസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ഒരു NCERTയുടെ ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം AX is equal to B ആണെങ്കിൽ, നോക്കണേ, ക്യാപിറ്റൽ AX is equal to B ആണെങ്കിൽ നമുക്ക് X is equal to നമുക്ക് എന്ത് പറയാം? A ഇൻവേഴ്സ് ഇൻറ്റു B എന്ന് പറയാം. ഓടിയല്ലേ? നമുക്ക് ഇവിടെ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അനുസരിച്ച് അഡ്ജോയിൻറ്റ് A ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. അതിൽ അഡ്ജോയിന്റ് ഓഫ് A ഡയറക്റ്റ്ലി ഇവിടെ എന്താണ് ഗിവൺ ആണ്. ഓക്കെ, നമ്മളിനി ഡിറ്റർമിനന്റ് ഓഫ് A എന്താക്കണം? കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അതാണ് ടാസ്ക്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് A എന്താണെന്ന് അറിയണം. പക്ഷേ ഇവിടെ A കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പകരം ഞാൻ എന്താക്കുന്ന ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് A കണ്ടുപിടിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കണേ 4 ഇൻറ്റു, ഓക്കെ അല്ലേ, 4 into 10 റോഡിയല്ലേ, -2 ഇൻറ്റു വാട്ട് ഇസ് അറ്റ് -15 -5 അല്ലേ എന്ന് പറഞ്ഞാൽ -20 റോഡി. ഓക്കെ, +2 ഇൻറ്റു എന്താണ് 10 എന്ന് വരും റോഡിയല്ലേ. അപ്പോൾ അതായത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് A അല്ലെ ഈസ് ഈക്വൽ ടു 40 അല്ലെ +40 പ്ലസ് എന്താണ് 20 എന്ന് വരും. ഓക്കെ അല്ലേ? നമുക്കറിയാം വാട്ട് ഇസ് അറ്റ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞാൽ ഡിറ്റ് A ഹോൾ റൈസ് ടു എന്താണ് n-1 ആണ് അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 100. ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അഥവാ ഡിറ്റർമിനന്റ് ഓഫ് A സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. അഥവാ ഡിറ്റ് A ഈസ് ഈക്വൽ ടു +or-10 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനം, വാട്ട് ഈസ് A ഇൻവേഴ്സ്? അതായത് 1 ഡിവൈഡ് ബൈ +or-10 ഇൻറ്റു എന്താണ് മക്കളെ? യെസ്, അഡ്ജോയിന്റ് A എന്ന് വരും. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആയല്ലോ അല്ലേ? റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു അല്ലെ, ക്യാപിറ്റൽ X ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B ആ പറഞ്ഞത്. അഥവാ +or-1/10 ഇൻറ്റു അഡ്ജോയിന്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 4 to 2 അല്ലേ, 4 to 2 അല്ലേ. പിന്നെ എന്താണ് മക്കളെ? യെസ്, -505 അല്ലെ, -505 അല്ലെ. പിന്നെ എന്താണ് 1 -2 3 അല്ലെ, 1 -2 3 എന്ന് വരും. ഓക്കെ അല്ലേ മക്കളെ? ഇവിടെ ക്യാപിറ്റൽ Xന് പകരം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ സ്മോൾ അല്ലെ, ഇത് നമുക്ക് XYZ എന്ന് കൊടുക്കാം. ഓക്കെ അല്ല? അപ്പോൾ വാട്ട് എവർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ A ഇൻവേഴ്സ് ഞാൻ അതാക്കി എഴുതി കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇൻറ്റു B എഴുതണം അല്ലേ. വാട്ട് ഈസ് B? B എന്ന് പറഞ്ഞാൽ 402 എന്ന് വരും. ഓടിയല്ലേ? 402 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇവിടെ മെട്രിക്സ് എന്താക്കാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് +or-1 ഡിവൈഡ് ബൈ 10 ഇൻറ്റു. ഓക്കെ അല്ലേ? ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ഒന്നും ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ 2 -10 10 എന്ന് വരും. ഓടിയല്ലേ? അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ഓഫ് XYZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ X ഇസ് ഈക്വൽ ടു എന്താണ്? +or-1/10 ഇൻറ്റു 20 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +or-2 എന്ന് വരും അല്ലെ. Y ഇസ് ഈക്വൽ ടു +or-1/10 ഇൻറ്റു എന്താണ് മക്കളെ? യെസ്, -10 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? പിന്നെ പിന്നെ എന്താ പറയുക, +or-1/10. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് X + Y + Z അല്ലെ, മോഡുലസ് ഓഫ് X + Y + Z അല്ലാണ് നമുക്ക് വേണ്ടത് അല്ലെ. ആ മോഡുലസ് ഓഫ് X + Y + Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണേ. യെസ്, ഓക്കെ ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ്ലി മോഡുലസ് ഓഫ് X + Y + Z കണ്ടുപിടിക്കാം അല്ലെ. വാട്ട് ഇസ് മോഡുലസ് ഓഫ് X + Y Z അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? മോഡുലസ് ഓഫ് 1 +or-1/10 അല്ലെ ഇൻറ്റു എന്താണ് 20 -10 + 10 എന്ന് വരും. ഓടിയല്ലേ? എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് +or-1/10 ഇൻറ്റു അല്ലെ എന്ത് വരണം മക്കളെ? യെസ്, 20 എന്ന് വരും. ഓക്കെ അല്ലേ? എന്ന് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് +or-2 അഥവാ +2 എന്ന് വരും. ഓടിയല്ലേ? സോ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ 4 is the right answer. Okay.